ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജു കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന ഇന്ത്യയുടെ കുറച്ച് കണ്ടീഷൻസാണ് നമ്മൾ പറയുന്നത്. ഡിഫറെൻറ്റ് സെക്ടറിലുള്ള ഇന്ത്യയുടെ കണ്ടീഷൻസ്, അതിൽ അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫോറിൻ ട്രേഡ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇത്രയും മേഖലകളിൽ ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ, ബ്രിട്ടീഷ് ഭരണത്തിലെ ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപുള്ള ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥയും ബ്രിട്ടീഷ് ഭരണത്തിലെ ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥയും നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് സെക്ടറിനെ കുറിച്ചാണ് നോക്കുന്നത്. ഒന്ന് അഗ്രികൾച്ചർ സെക്ടറും രണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടറും. ഒന്ന് കാർഷിക മേഖലയും രണ്ട് വ്യാവസായിക മേഖലയും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷ് പീരീഡാണ്. അതായത് ഇന്ത്യ എത്ര വർഷമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 1757 to 1947 വരെയാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അണ്ടറിൽ കഴിഞ്ഞിരുന്നത്. കണ്ടീഷൻ ഓഫ് ദി ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് ദി പ്രീ ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് പീരീഡിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ നമ്മൾ നോക്കണം. എന്നാൽ മാത്രം നമുക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യയുടെ അവസ്ഥ മോശമായിരുന്നു, നല്ലതായിരുന്നു, എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്കോണമി ബിഫോർ ദി ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിന് മുൻപ് ഇന്ത്യക്ക് എന്തായാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ളൊരു എക്കോണമി ഉണ്ടായിരുന്നു, സ്വതന്ത്രമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ്. രണ്ടാമത്തെ അഗ്രികൾച്ചർ വാസ് ദി മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. അഗ്രികൾച്ചർ ആയിരുന്നു പ്രധാന ലൈവ്ലിഹുഡ്, ജീവിതമാർഗം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. 85% ഇതിൽ കൂടുതലും പേര് വില്ലേജുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ലൈവ്ലിഹുഡ് ആയിട്ട് അഗ്രികൾച്ചറിനെയാണ് അവർ സെലക്ട് ചെയ്തിരുന്നത്. ഇനി നോക്കുന്നത് മൂന്നാമത്തെ പോയിൻ്റ്, എക്കോണമി ഹാഡ് എ വേരിയസ് കൈൻഡ് ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. അഗ്രികൾച്ചറായിരുന്നു മെയിനായിട്ടും, പിന്നെ അത് കൂടാതെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, മാനുഫാക്ചറിങ്, നിർമ്മാണ മേഖലയിലും ഇന്ത്യക്ക് കഴിവ് തെളിയിച്ചിരുന്നു. പലതരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസൊക്കെ ഇന്ത്യയിൽ കാലത്ത് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ്. നാലാമത്തെ, ഇന്ത്യ വാസ് പർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. നമ്മൾ പറഞ്ഞ പോലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലും ഇന്ത്യക്ക് പ്രധാനപ്പെട്ട പങ്ക് ഉണ്ടായിരുന്നു. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസും ഇന്ത്യയിൽ നിലനിന്നിരുന്നു. കോട്ടൺ ആൻഡ് സിൽക്ക്, ടെക്സ്റ്റൈൽസ്, മെറ്റൽ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ നിർമ്മിച്ചിരുന്നു. ഇനി അഞ്ചാമത്തെ പോയിൻ്റ്, ദിസ് പ്രൊഡക്റ്റ് എൻജോയ്ഡ് ദി വേൾഡ് വൈഡ് മാർക്കറ്റ്. ഇതിലെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, മറ്റ് രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാനും കൂടി ഇന്ത്യ ശ്രമിച്ചിരുന്നു. ഇന്ത്യക്ക് അതിലുകൂടി കഴിവുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് വേൾഡ് വൈഡ് ആയിട്ടുള്ള മാർക്കറ്റ് എൻജോയ് ചെയ്തിരുന്നു, എക്സ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ നല്ലൊരു കണ്ടീഷനാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു എക്കോണമി നമുക്ക് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് കാണാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ അവരുടെ ഭരണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കൊളോണിയൽ റൂളായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ എന്താണ് കൊളോണിയൽ റൂൾ നമുക്ക് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റം ബിറ്റ്വീൻ ടു കൺട്രീസ്. രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഒരു സിസ്റ്റമായിരുന്നു കൊളോണിയൽ റൂൾ. അണ്ടർ വിച്ച് വൺ കൺട്രി ബീയിങ് ദ റൂളർ ആൻഡ് അനദർ കൺട്രി ബീയിങ് ദി കോളനി ആൻഡ് ദ റൂളിംഗ് കൺട്രി ഡിറ്റർമിൻ ദ എക്കണോമിക് പോളിസി ഓഫ് ദി കോളനി കൺട്രി. അപ്പോൾ ഈ കൊളോണിയൽ റൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് കൺട്രി തമ്മിലുള്ളൊരു സിസ്റ്റം, ഒരു റൂളിംഗ് സിസ്റ്റത്തെയാണ് നമ്മൾ കൊളോണിയൽ റൂൾ എന്ന് പറയുക. അതിൽ രണ്ട് കൺട്രീസിലെ ഒരു കൺട്രി റൂളിംഗ് കൺട്രിയും മറ്റേത് കോളനി കൺട്രി ആയിരിക്കും. നമ്മുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു കോളനി കൺട്രിയും ബ്രിട്ടീഷ് എന്ന് പറഞ്ഞൊരു റൂളിംഗ് കൺട്രി ആയിരുന്നു. അപ്പോൾ കോളനി കൺട്രിയായ ഇന്ത്യയുടെ എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയായിരിക്കണം തീരുമാനിക്കുന്നത് റൂളിംഗ് കൺട്രിയായ ബ്രിട്ടീഷുകാരായിരുന്നു. അതാണ് കൊളോണിയൽ റൂൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മൊത്തമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ തീരുമാനിച്ചിരുന്നത്, അതിൻ്റെ അതോറിറ്റി ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർക്കായിരുന്നു.
ഇനി ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് ദി കൊളോണിയൽ റൂൾ. കൊളോണിയൽ റൂൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിൽ ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ നമ്മൾ കണ്ടു. ഇനി ബ്രിട്ടീഷ് ഭരണം, കൊളോണിയൽ റൂളിൽ ഇന്ത്യയുടെ എക്കണോമിക് ആയിട്ടുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ എക്കണോമിക് പോളിസി ഫോളോഡ് ബൈ ദി ബ്രിട്ടീഷ് വർ കൺസേൺഡ് മോർ വിത്ത് ദി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദി എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് എ ബ്രിട്ടൻ ദാൻ വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി. അപ്പോൾ ഇത് എക്കണോമിക് പോളിസി ഫോളോഡ് ബൈ ദി ബ്രിട്ടീഷ് വർ കൺസേൺഡ് മോർ വിത്ത് ദി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദി എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിട്ടൻ. ഈ ബ്രിട്ടീഷുകാർ കൂടുതലും പ്രൊട്ടക്ഷനും പ്രൊമോഷനും അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്, കൂടുതൽ പ്രൊമോട്ട് ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാരുടെ, അതായത് അവരുടെ താല്പര്യങ്ങളായിരുന്നു, അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ആയിരുന്നു. അല്ലാതെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനോ ഇന്ത്യയുടെ സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അവരുടെ പ്രൊട്ടക്ഷനും പ്രൊമോഷനും എന്ന് പറയുന്നത് അവരുടെ ബ്രിട്ടൻ്റെ എക്കണോമിക് ആയിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നായിരുന്നു. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ കൺട്രി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രാജ്യമായിരുന്നു. ഇന്ത്യയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ കൺട്രി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അവർക്കുള്ളത്. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. രണ്ടാമത്തെ, ഇറ്റ് മെയ്ഡ് അവർ എക്കോണമി ഇൻ ടു സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് ആണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, അവരുടെ ലക്ഷ്യമായിട്ട് വെച്ചിരുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ ഇന്ത്യയെ ഒരു സപ്ലയർ ആക്കി മാറ്റുക, റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലയർ ആക്കി ഇന്ത്യയെ മാറ്റുക. എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന്, അവരുടെയൊക്കെ രാജ്യമായ ബ്രിട്ടനിലേക്ക് റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ്. അതായത് ഇന്ത്യ ഒരു സപ്ലയർ ആക്കി മാറ്റുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഫ്രം ബ്രിട്ടൻ. ഞാൻ റോ മെറ്റീരിയൽസ് അവിടെ കൊണ്ടുപോയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ചീപ്പായിട്ടുള്ള ഈ റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വലിയ വിലയ്ക്ക് എന്ത് ചെയ്യും, ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് ഇന്ത്യയിലെ മാർക്കറ്റിൽ വന്ന് വിൽക്കും. ഇന്ത്യ ഒരു മാർക്കറ്റ് ആക്കുക, സെയിം ടൈം ഒരു സപ്ലയർ, റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലയർ ആക്കി മാറ്റുക എന്നുള്ളതും, അതേപോലെ അത് വലിയ വിലയ്ക്ക് വിൽക്കാനുള്ളൊരു മാർക്കറ്റ് ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഇന്ത്യയെ സപ്ലയർ ആക്കി മാറ്റുക. ഇവിടെ നമുക്കറിയാം ഇന്ത്യയിൽ എന്തിരുന്നു, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസും മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും അഗ്രികൾച്ചർ ആക്ടിവിറ്റീസൊക്കെ നിലനിന്നിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ റോ മെറ്റീരിയൽസൊക്കെ ചീപ്പായി വളരെ വില കുറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുക. അതേപോലെ അവിടെ നിന്നും റോ മെറ്റീരിയൽസ് നിർമ്മിച്ചിട്ടുള്ള ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വലിയ വിലയ്ക്ക് വിൽക്കാനുള്ളൊരു മാർക്കറ്റായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ രണ്ട് ലക്ഷ്യങ്ങൾ. അവർ കൂടുതൽ പ്രൊട്ടക്ഷനും പ്രൊമോഷനും കൊടുത്തത് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിട്ടൻ, അവരുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരുന്നു. അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം, അല്ലാതെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല. അതും നിങ്ങൾ ഓർക്കുക. ഇനി നോക്കുന്നത്, കൊളോണിയൽ ഗവൺമെൻറ് നെവർ മെയ്ഡ് എനി സിൻസിയർ അറ്റംപ്റ്റ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യൻ നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം. നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ പ്രൊട്ടക്ഷനും പ്രൊമോഷനും കൊടുക്കുന്നത് അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റിനായിരുന്നു, അല്ല ഇന്ത്യയുടെ എക്കണോമിക് ഇൻട്രസ്റ്റിനായിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയുടെ നാഷണൽ ഇൻകം, അതേപോലെ പെർ ക്യാപിറ്റൽ ഇൻകം, ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ സൂചകങ്ങളായിട്ടുള്ള, സാമ്പത്തിക വളർച്ചയുടെ സൂചകങ്ങളായിട്ടുള്ള നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഒന്നും കണക്കാക്കാൻ വേണ്ടി അവർ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ചുവടുവെപ്പും ഒരു വെച്ചിട്ടുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടില്ല. ഇനി ദാദാഭായ് നവറോജി, ഫിൻലൻ ഷിറാസ്, RC ദേശായി, VKRV റാവു, വില്യം ഡിഗ്ബൈ തുടങ്ങിയ കുറച്ച് ആൾക്കാരാണ് ഇതിനെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ കാണാൻ വേണ്ടി മുൻകൈ എടുത്തതാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പേര് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് റൂൾ വാസ് മെയ്ഡ് ബൈ VKRV റാവു. VKRV റാവു എസ്റ്റിമേറ്റ് ചെയ്ത നാഷണൽ ഇൻകമാണ് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയത്, ഇമ്പോർട്ടൻ്റ് ആയത്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദാറ്റ് ഇന്ത്യൻ എക്കോണമി വാസ് ഡെവലപ്പിംഗ് അറ്റ് എൻ എക്സ്ട്രീംലി ലോ റേറ്റ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ വെച്ച് കണക്കാക്കുമ്പോൾ എത്രയോ വളരെ താഴ്ന്ന രീതിയിലാണ് ഇപ്പോൾ കൊളോണിയൽ റൂളിലെ ഇന്ത്യയുടെ അവസ്ഥ, നാഷണൽ പെർ ക്യാപിറ്റൽ ഇൻകം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ VKRV റാവു എസ്റ്റിമേറ്റ് ചെയ്ത നാഷണൽ ഇൻകമാണ് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്.
ഇവിടെ അവരുടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞ ഓരോ സെക്ടറായിട്ടാണ് ഈ ചാപ്റ്ററിൽ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് നോക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ ഇന്ത്യ വളരെ സജീവമായിരുന്നു. 85% പീപ്പിളും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് അഗ്രികൾച്ചറായിരുന്നു. വില്ലേജിലായിരുന്നു കൂടുതൽ പേര് താമസിച്ചിരുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു ലൈവ്ലിഹുഡായിരുന്നു ഇന്ത്യൻ പീപ്പിൾസിൻ്റെ. അപ്പോൾ അഗ്രികൾച്ചർ ഡ്യൂറിങ് ദി പ്രീ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ അഗ്രികൾച്ചറിൻ്റെ അവസ്ഥ, കൊളോണിയൽ റൂളിൽ അഗ്രികൾച്ചറിൻ്റെ കണ്ടീഷൻ എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ അഗ്രികൾച്ചർ സിസ്റ്റം, ഇന്ത്യയുടെ അഗ്രികൾച്ചർ കണ്ടീഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. ദ ഫ്രഞ്ച് ട്രാവലായിട്ടുള്ള ബെർണിയർ ഡിസ്ക്രൈബ് ദി 17th century ബംഗാൾ ഇൻ ദി ഫോളോയിങ് വേ. ദ നോളജ് ഐ ഹാവ് അക്വയർഡ് ബംഗാൾ വിസിറ്റ് ആയപ്പോൾ ബെർണിയർ ആയിട്ടുള്ളൊരു ട്രാവലർ ബംഗാൾ വിസിറ്റ് ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യക്ക് എന്തായിരുന്നു, സമ്പന്നമായിട്ടുള്ളൊരു കാർഷികമായിട്ടുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോട്ടൺ, സിൽക്ക്, റൈസ്, ഷുഗർ ആൻഡ് ബട്ടർ ഇതൊക്കെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതേപോലെ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചിരുന്നൊരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ കാർഷികമായിട്ടുള്ളൊരു വ്യവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇനി ബ്രിട്ടീഷ് ഭരണത്തിൽ കണ്ടീഷൻ ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടർ, കൊളോണിയൽ റൂളിലെ ബ്രിട്ടീഷ് റൂളിലെ അഗ്രികൾച്ചർ സെക്ടറിലെ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഫസ്റ്റ് പോയിൻ്റ്, ഇന്ത്യൻ എക്കോണമി അണ്ടർ ദി ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ വാസ് ഫണ്ടമെൻ്റലി അഗ്രേറിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ എക്കോണമി ബ്രിട്ടീഷ് പീരീഡിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് താല്പര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അവർ കൂടുതൽ ശ്രമിച്ചിരുന്നത്. അത് തന്നെയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായിരുന്നത്. ഫണ്ടമെൻ്റലി അഗ്രേറിയൻ ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അഗ്രികൾച്ചർ സെക്ടറിൽ. വളരെ മോശമായിട്ടുള്ള ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. കർഷകരുടെ രീതിയിൽ നോക്കുകയാണെങ്കിലും അവർക്ക് സ്വന്തമായ ഭൂമിയോ കൃഷിയോ വിളകളൊന്നും ഇറക്കാൻ കഴിയാത്ത വളരെ പട്ടിണിയായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഇന്ത്യയുടെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഡ്യൂറിങ് ദി പീരീഡ് വാസ് അണ്ടർ സ്റ്റാഗ്നൻ്റ്, സ്തംഭിച്ചായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. കർഷകർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞാൽ. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ബിക്കം വെരി ലോ. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഒക്കെ വളരെ കുറഞ്ഞിരുന്നു. ദ സ്റ്റാഗ്നേഷൻ ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ വാസ് കോസ്ഡ് മെയിൻലി ബിക്കോസ് ഓഫ് വേരിയസ് സിസ്റ്റം ഓഫ് ലാൻഡ് ആൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി കൊളോണിയൽ ഗവൺമെൻറ്. അപ്പോൾ ഈ അഗ്രികൾച്ചർ സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇതൊക്കെ കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അക്കാലത്ത് നിലനിന്നിരുന്ന കൊളോണിയൽ ഗവൺമെൻറ് അണ്ടറിൽ നിലനിന്നിരുന്ന ലാൻഡ് ആൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റവും അഗ്രികൾച്ചറിൻ്റെ സ്റ്റാഗ്നേഷന് കാരണമാക്കിയ രണ്ട് സെറ്റിൽമെൻറ്റ് സിസ്റ്റമായിരുന്നു. അപ്പോൾ എന്താണ് ലാൻഡ് ആൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം? അതിനൊരു എക്സാമ്പിളാണ് ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ജമീന്ദാർമാർ എന്ന് നമുക്ക് നോക്കാം. ജമീന്ദാർ ആർ മിഡിൽ മാൻ അപ്പോയിൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ടു കളക്ട് ടാക്സ് ഫ്രം കൾട്ടിവേറ്റേഴ്സ്. അപ്പോൾ കൾട്ടിവേറ്റേഴ്സിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അപ്പോയിൻറ്റ് ചെയ്ത മിഡിൽ മാൻ ആയിരുന്നു ജമീന്ദാർ എന്ന് പറഞ്ഞത്. ഇവർ കൾട്ടിവേറ്റേഴ്സിനും ബ്രിട്ടീഷുകാർക്കും ഇടയിലായിരുന്നു ഇവർ വർക്ക് ചെയ്തിരുന്നത്. കൾട്ടിവേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഹൈ ടാക്സും ഹൈ റെൻറ്റൊക്കെ ഇവർ പിരിച്ചെടുത്തിരുന്നു, എന്നിട്ട് ബ്രിട്ടീഷുകാരെ ഏൽപ്പിച്ചിരുന്നു. ഇൻട്രസ്റ്റ് ഓഫ് ദി ജമീന്ദാർ വാസ് ഓൺലി ടു കളക്ട് റെൻറ്റ് വിത്തൗട്ട് കൺസിഡറിങ് ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ദി കൾട്ടിവേറ്റേഴ്സ്. അപ്പോൾ ഈ ജമീന്ദാർമാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർഷകരുടെ കയ്യിൽ നിന്നും കൾട്ടിവേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഹൈ റെൻറ്റ് ഫിക്സ്ഡ് ടൈമിൽ ഫിക്സ്ഡ് റേറ്റിൽ പിരിച്ചെടുക്കാനുള്ള മാത്രമായിരുന്നു. അല്ലാതെ കൾട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ കർഷകരുടെ എക്കണോമിക് കണ്ടീഷനോ കർഷകർക്ക് ഈ പ്രാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരുന്നോന്നോ അതൊന്നും അവരുടെ കണ്ടീഷനൊന്നും അവർക്ക് അറിയേണ്ടത് ആവശ്യമുണ്ടായിരുന്നില്ല. ഇവർ കൃത്യമായിട്ടുള്ള റെൻറ്റ് അവർ പിരിച്ചെടുത്തിരുന്നു. ഇത് കർഷകരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണിത് നയിച്ചിരുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദ പ്രോഫിറ്റ് അക്വയറിങ് ഔട്ട് ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടർ വെൻറ്റ് ടു ദി ജമീന്ദാർ ഇൻസ്റ്റെഡ് ഓഫ് ദി കൾട്ടിവേറ്റേഴ്സ്. അപ്പോൾ ഈ കൾട്ടിവേറ്റേഴ്സ് അഗ്രികൾച്ചറിലൂടെ കിട്ടുന്ന ചെറിയ പ്രോഫിറ്റ് അടക്കം ആരാണ് സ്വന്തമാക്കിയിരുന്നത്? ജമീന്ദാർമാരായിരുന്നു. പ്രോഫിറ്റൊക്കെ ജമീന്ദാർമാർക്കുള്ളതായിരുന്നു, അല്ലാതെ കർഷകർക്ക് ഉള്ളതായിരുന്നില്ല. കർഷകർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന ചെറിയ ലാഭം ഉണ്ടായിരുന്നില്ല, അത്
ആ ചെറിയ ലാഭം പോലും ജമീന്ദാർമാരാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അതും കൾട്ടിവേറ്റേഴ്സിന്, കർഷകർക്ക് ലഭിച്ചിരുന്നില്ല. ഇതിൽ കർഷകരുടെ ഒരു മോശമായ അവസ്ഥ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെ അഗ്രികൾച്ചറിൻ്റെ സെക്ടറിനെ സ്റ്റാഗ്നൻ്റ് ആക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ജമീന്ദാരി സിസ്റ്റം, അതുപോലെ ലാൻഡ് ആൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ കർഷകർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല, പാട്ടത്തിനായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഈ റെൻ്റ് അവർ കൊടുക്കേണ്ടി വന്നിരുന്നത്. ജമീന്ദാർ വഴി ആണ് ബ്രിട്ടീഷുകാർ റെൻ്റ് കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ജമീന്ദാർ ഹൈ റെൻ്റ് പിടിച്ചെടുക്കുകയും അതിലൂടെ അവർക്ക് കമ്മീഷനൊക്കെ, ജമീന്ദാർമാർക്ക് കമ്മീഷനൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ കർഷകരുടെ മേലിൽ അമിതമായിട്ടുള്ള ഒരു നികുതി ഭാരം അവർ ചുമത്തി. അതേപോലെ തന്നെ റെൻ്റ്, ടാക്സ് ഇതൊക്കെ അവർ ചുമത്തി. പിന്നെ അടുത്തൊരു കാരണം നമുക്ക് നോക്കുന്നത് ഇനാഡിക്വേറ്റ് ടെക്നോളജിയിലെ അപര്യാപ്തതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആവശ്യത്തിനുള്ള ടെക്നോളജി ഇല്ലാത്ത ഒരവസ്ഥ. ഇപ്പോൾ കാലാവസ്ഥ മാറ്റങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെയൊക്കെ അപര്യാപ്തത ഒരു സ്റ്റാഗ്നേഷന് കാരണമാണ്. അതേപോലെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യത്തിൻ്റെ കുറവുകൾ, ആവശ്യമായിട്ടുള്ള ജലസേചന സൗകര്യങ്ങളുടെ കുറവുകൾ, അതേപോലെ ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളുടെ കുറവുകൾ, കോൺട്രിബ്യൂഷൻ ടു ദി ലോ ലെവൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ടെക്നോളജിയുടെ അപര്യാപ്തത, പിന്നെ ജലസേചന സൗകര്യങ്ങളുടെ കുറവ്, വളങ്ങളുടെ കുറവ്, ഇതൊക്കെ അഗ്രികൾച്ചർ സെക്ടറിലെ പ്രൊഡക്ടിവിറ്റി ലോ ആക്കി എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് കൊമേഴ്ഷ്യലൈസേഷൻ യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് ഫോർ ദെയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ അഗ്രികൾച്ചറിൽ എന്ന് പറയുന്നത് അവർ കൊമേഴ്ഷ്യലൈസേഷൻ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഈ കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിൽ അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഭക്ഷ്യവിളകളായിരുന്നു, ഫുഡ് ക്രോപ്സ് ആയിരുന്നു. എന്നാൽ കൊമേഴ്ഷ്യലൈസേഷൻ വന്നതോടുകൂടി ഈ ഫുഡ് ക്രോപ്സിന് പകരം അവർ ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കാനായിട്ട് നിർബന്ധിപ്പിച്ചു. കർഷകരെ ക്യാഷ് ക്രോപ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ നിർബന്ധിച്ചു. ക്യാഷ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ നാണ്യവിളകൾ എന്നാണ്. നമ്മൾ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പരുത്തി, കോട്ടൺ, സിൽക്ക്, റബ്ബർ, ഇൻഡിഗോ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ക്യാഷ് ക്രോപ്സുകളാണ്. നമുക്ക് കച്ചവടം ചെയ്ത് ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വിളകളാണ് ക്യാഷ് ക്രോപ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകരെ നിർബന്ധിച്ചു. കൊമേഴ്ഷ്യലൈസേഷൻ എന്നാണ് അവിടെ പറയുക. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഉണ്ടായി, അതും ഒരു സ്റ്റാഗ്നേഷന് കാരണമാണ്. പിന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫ്ലഡ് കൺട്രോൾ, ഡ്രെയിനേജ് എക്സെട്ര. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ ഫേസ് ചെയ്യുന്ന ധാരാളം പ്രോബ്ലങ്ങളുണ്ട്. അപ്പോൾ പ്രളയം വരുമ്പോഴും ഫ്ലഡ് വരുമ്പോഴും, അപ്പോൾ അതേപോലെ വരൾച്ച, ഡ്രെയിനേജ് വരുമ്പോഴും, അപ്പോൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നില്ല. അവർ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ സ്മാൾ സെക്ഷൻ ഓഫ് ഫാമേഴ്സ് ചേഞ്ച്ഡ് ദെയർ ക്രോപ്പിംഗ് പാറ്റേൺ ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കൊമേഴ്ഷ്യലൈസേഷനാണ്. സ്മാൾ സെക്ഷൻ ഓഫ് ഫാമേഴ്സ് അവരുടെ ക്രോപ്പിംഗ് പാറ്റേൺ ചേഞ്ച് ചെയ്യാണ്. ഫുഡ് ക്രോപ്സ് ആയിരുന്നു ആദ്യം ഉൽപ്പാദിപ്പിച്ചിരുന്നത്, പിന്നെ അതെന്തായി ക്യാഷ് ക്രോപ്സിലേക്ക് മാറി. ക്യാഷ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കച്ചവടം ചെയ്ത് ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഇതാണ്, വിളകളെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാഷ് ക്രോപ്സ് എന്ന് പറയുക. റബ്ബർ, ഇൻഡിഗോ, കോട്ടൺ, സിൽക്ക്, ഇതൊക്കെ എന്താണ്, ക്യാഷ് ക്രോപ്സുകളാണ്. ഇനി ഇതിൻ്റെ പിക്ചേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഇനി ഒന്നും കൂടി നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിലെ സ്റ്റാഗ്നേഷൻ്റെ കാരണങ്ങളെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം. ബ്രിട്ടീഷ് അഗ്രേറിയൻ സിസ്റ്റം ആൻഡ് പോളിസീസ് ക്രിയേറ്റഡ് സ്റ്റാഗ്നന്റ് അഗ്രികൾച്ചർ, ഇൻഡപ്റ്റഡ് പാൻസ്ട്രി, ലാൻഡ്ലെസ് ലേബറിംഗ് ക്ലാസ്സസ്. അപ്പോൾ എന്താണ് ഈ അഗ്രേറിയൻ ആയിട്ടുള്ള അഗ്രികൾച്ചർ സിസ്റ്റം, ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ അഗ്രേറിയൻ ആയിട്ടുള്ള അഗ്രികൾച്ചർ സിസ്റ്റം എന്തിലേക്കൊക്കെ നയിച്ചു എന്നാണ്, അഗ്രികൾച്ചറിൻ്റെ സ്റ്റാഗ്നേഷന് കാരണമായി. അതുപോലെ ഇൻഡപ്റ്റഡ്, കടബാധ്യതകൾ ഉയർന്നു. അതേപോലെ ലാൻഡ്ലെസ് ലേബറിംഗ്, കർഷകർക്ക് ലാൻഡ്ലെസ്, ഭൂമി ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ നയിച്ചു. ഡെത്ത് റിസൾട്ടഡ് ഫ്രം മാൽ ന്യൂട്രീഷൻ, ഫെമിൻസ് ആൻഡ് എപ്പിഡമിക്സ്. അപ്പോൾ പകർച്ചവ്യാധികൾ, ക്ഷാമം, മാൽ ന്യൂട്രീഷൻസ്, ഇതൊക്കെ പ്രകാരം ഡെത്ത് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ റവന്യൂ കളക്ഷൻ ഇൻക്രീസ്ഡ് ആൻഡ് പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. റവന്യൂ എന്ത് ചെയ്തു, റവന്യൂ ഇൻക്രീസ് ചെയ്തു, റവന്യൂ ടാക്സ് ഒക്കെ ഇൻക്രീസ് ചെയ്തു. പക്ഷേ കർഷകർക്ക് വിളയിച്ച് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു. അതായത് പ്രൈസ്, ഗുഡ്സിന് അവർ ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുന്ന ഗുഡ്സിൻ്റെ വില കുറഞ്ഞ് വരികയായിരുന്നു. പിന്നെ റൂറൽ ഇൻഡപ്റ്റ്നെസ് ഇൻക്രീസ്ഡ് ആൻഡ് റൂറൽ എക്കോണമി ഡിപ്പെൻഡ്
ഡിപ്രസ്ഡ്. റൂറൽ എക്കോണമി അത് ഡിപ്രസ്ഡ് ആയി, കടബാധ്യതകൾ കൊണ്ട് അത് ഡിപ്രസ്ഡ് ആയി എന്ന് പറയുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻകം ലോ ഡ്യൂ ടു ലോ പ്രൊഡക്ടിവിറ്റി. അഗ്രികൾച്ചറിലെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞത് കാരണം ഇൻകം കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി അതർ റീസൺസ് ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള തന്നെയാണ്, നമ്മളൊന്ന് ക്രോഡീകരിച്ച് എഴുതുകയാണ്. നിങ്ങൾക്ക് അഗ്രികൾച്ചർ സെക്ടറിലെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ അഗ്രികൾച്ചർ സെക്ടറിൽ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതാവുന്നതാണ്. ഒന്ന് ലാൻഡ് സെറ്റിൽമെൻറ്റ് ആൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ജമീന്ദാരി സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ നമ്മൾ പറഞ്ഞതാണ്, ഫുഡ് ക്രോപ്സിൽ നിന്നും ക്യാഷ് ക്രോപ്സിലേക്കുള്ള മാറ്റം അത് എന്തിലേക്കാണ് നയിച്ചതെന്ന് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ പുവർ കണ്ടീഷൻ ഓഫ് ഫാമേഴ്സിൻ്റെ ഡെപ്റ്റ് കൂടി, കടബാധ്യതകൾ അവർക്ക് കൂടി, അതേപോലെ ലാൻഡ്ലെസ് ഇതായി, അവരുടെ റവന്യൂ കുറഞ്ഞു, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, ഭൂമി ഇല്ലാതെയും, അതേപോലെ പട്ടിണി, ക്ഷാമം ഇതായി. ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു, തൊഴിലില്ലായ്മ രൂക്ഷമായപ്പോൾ. ഇതൊക്കെ അഗ്രികൾച്ചർ സെക്ടറിലെ കൊളോണിയൽ റൂളിൽ വന്ന മാറ്റങ്ങളാണ്. കൊളോണിയൽ റൂൾ അഗ്രികൾച്ചർ സെക്ടറിനെ സ്വാധീനിച്ചതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടർ നോക്കാം. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖലയിലും ഈ കൊളോണിയൽ റൂള്, ബ്രിട്ടീഷ് റൂൾ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത്? പോസിറ്റീവായിട്ടാണ് ഇന്ത്യയെ ബാധിച്ചത്, അതോ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പോലെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണോ നമുക്ക് നോക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിന് നമ്മൾ നോക്കുമ്പോൾ ദ കണ്ടീഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ, കൊളോണിയൽ റൂളിലെ ബ്രിട്ടീഷ് റൂളിലെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖലയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കുന്നത്. ഇന്ത്യ ഫെയിൽഡ് ടു ഡെവലപ്പ് എ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻഡ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലെ പോലെ തന്നെ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിലും ഒരു ഫെയിൽഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരു തകർച്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇന്ത്യ വ്യാവസായിക മേഖലയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ ബേസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫെയിൽഡായി എന്നാണ് പറയുന്നത്. ഇവിടെയും എന്താണ്, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഒരു തകർച്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻഡ്, കരകൗശല വ്യവസായങ്ങളൊക്കെ ഡിക്ലൈൻ ചെയ്തു, കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ തകർച്ച കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ ബേസ് സ്ട്രോങ് ആയി ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള അപര്യാപ്തത, അതിലുള്ള തകർച്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ സിമിലറാണ് അഗ്രികൾച്ചർ സെക്ടറിലെ പോലെ തന്നെയുള്ള ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മോശപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ തകർക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ ഓരോ മേഖലയും അവർ 1 by 1 ആയിട്ട് തകർത്തുകൊണ്ടേയിരുന്നു. അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് മൂലം ഇന്ത്യയുടെ ഓരോ ഭാഗത്ത് ഓരോ സെക്ടറിലുള്ള തകർച്ചനെയാണ് നമുക്ക് മുൻപോട്ടൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി മുന്നോട്ട് പല സെക്ടർ പഠിക്കുമ്പോഴും അതിലൊക്കെ ഇന്ത്യയുടെ തകർച്ച, ആ സെക്ടറിൽ വന്ന തകർച്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി അടുത്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് സിസ്റ്റമാറ്റിക്കലി ഡീഇൻഡസ്ട്രിയലൈസ്ഡ് ഇന്ത്യ, മെയ്ഡ് ഇന്ത്യ എ മിയർ എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ടേൺഡ് ഇന്ത്യ ഇൻ ടു എ വൈഡ് മാർക്കറ്റ് ഓഫ് ദെയർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം പഠിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ 2-fold ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള 2-fold ഒബ്ജക്റ്റീവ്സ് അത് തന്നെയാണ്. ഡീഇൻഡസ്ട്രിയലൈസ്ഡ് ചെയ്യുക, ഇന്ത്യയെ ഡീഇൻഡസ്ട്രിയലൈസ്ഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ അതേപോലെ റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാക്കി ഇന്ത്യയെ മാറ്റുക. ബ്രിട്ടനിലേക്ക് റോ മെറ്റീരിയൽസ് വളരെ വില കുറഞ്ഞിട്ട് അവിടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസൊക്കെ വിപുലമായിട്ട് നടന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ റോ മെറ്റീരിയൽസൊക്കെ വളരെ വില കുറഞ്ഞ റേറ്റിൽ ബ്രിട്ടനിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് ടേൺഡ് ഇന്ത്യ ഇൻ ടു എ വൈഡ് മാർക്കറ്റ് ഓഫ് ദെയർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. എന്നിട്ട് ബ്രിട്ടനിൽ നിന്നും പ്രോസസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഹൈ റേറ്റിന് ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ഫുള്ളായി ഡിപ്പെൻഡ് ചെയ്തൊരു കൺട്രിയായി, ഫോറിൻ ഗുഡ്സ് ഉപയോഗിക്കുന്ന ഒരു കൺട്രിയാക്കി ഇന്ത്യയെ മാറ്റി ഡീഇൻഡസ്ട്രിയലൈസ്ഡ് ചെയ്യാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഒന്ന്, ഇന്ത്യയെ റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാക്കി മാറ്റുക, അതേപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു മാർക്കറ്റായിട്ടും വൈഡായിട്ടുള്ളൊരു മാർക്കറ്റായിട്ടും ഇന്ത്യയെ മാറ്റുക എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം.
ഇനി അടുത്തത് ദ ഡിക്ലൈൻ ഓഫ് ദി ഇൻഡീജിയസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റഡ് മാസീവ് അൺഎംപ്ലോയ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് കരകൗശല വസ്തുക്കൾ വിപുലമായിട്ട് നടന്നിരുന്നു. വിവിധ തരത്തിലുള്ള മെറ്റീരിയൽസൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. കുറേ പേർക്ക് ജോലിയൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലൂടെ ലഭിച്ചിരുന്നു. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം കൊളോണിയൽ റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസൊക്കെ തകർന്നതായിട്ട് കാണാൻ കഴിയും. അതുവഴി മാസീവായിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു അൺഎംപ്ലോയ്മെൻറ്റും ഇന്ത്യയിൽ സംഭവിച്ചു. തൊഴിലില്ലായ്മ രൂക്ഷമായി കാണാൻ വേണ്ടി നമുക്ക് കഴിയും. പിന്നെ ഇനീഷ്യലി ദിസ് ഡെവലപ്മെൻറ്റ് വാസ് കൺഫൈൻഡ് ടു സെറ്റ് അപ്പ് ദ കോട്ടൺ ആൻഡ് ടെക്സ്റ്റൈൽ മിൽസ്. പിന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കാണാൻ വേണ്ടി കഴിയുന്നത് കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസുകൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. ദ മെയിൻലി ഡോമിനേറ്റഡ് ബൈ Indians were located in the western part of the country, namely മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലായിരുന്നു ഇത് ആദ്യമായിട്ട് തുടങ്ങിയിരുന്നത്. പിന്നെ ജൂട്ട് മിൽസ് were dominated by the foreigners were mainly concentrated in ബംഗാൾ. അപ്പോൾ ബംഗാളിലായിരുന്നു ജൂട്ട് മിൽസ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പുതിയ ജൂട്ടും മിൽസ് ടെക്സ്റ്റൈൽസ് മിൽസൊക്കെ തുടങ്ങാനായിട്ട് ആരംഭിച്ചു. പിന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മോഡേൺ ഇൻഡസ്ട്രീസാണ്. മോഡേൺ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഉത്ഭവമാണ് ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ എന്ന് പറയും. ഇതൊരു മോഡേൺ ഇൻഡസ്ട്രീസാണ്. ജംഷഡ്ജി ടാറ്റ ജംഷഡ്പൂരിൽ സ്ഥാപിച്ച ഒരു മോഡേൺ ഇൻഡസ്ട്രിയാണ് എന്ത് പറയുന്നത്, ടിസ്കോ എന്ന് പറയുന്നത്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. വാസ് ഓൺലി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1907. 1907 ജംഷഡ്ജി ടാറ്റ ജംഷഡ്പൂരിൽ സ്ഥാപിച്ചൊരു മോഡേൺ ഇൻഡസ്ട്രീസാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അടുത്തത് ദർ വാസ് നോ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ടു ഹെൽപ്പ് പ്രൊമോട്ട് ഫർദർ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, നോ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ടു ഹെൽപ്പ് പ്രൊമോട്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല, ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും പ്രൊമോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അപ്പോൾ മെഷീനറീസ്, മെഷീൻസ്, അങ്ങനത്തെ കുറച്ച് വലിയ തരം ഗുഡ്സുകളാണ്. ഇത് മറ്റ് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഗുഡ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോട്ടും ബ്രിട്ടീഷുകാർ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഒരു ഹെൽപ്പ് അവരത് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ന്യൂ ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP റിമൈൻഡ് വെരി സ്മാൾ. GDP ഒരു കൺട്രിയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ടോട്ടലായിട്ടുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് പറയുക, ഗുഡ്സ് ആൻഡ് GDP എന്ന് പറയുക. അത് GDP എന്ന് പറഞ്ഞ ഒരു നാഷൻ്റെ റേറ്റിന് എക്കണോമിക് ആയിട്ടുള്ള കണ്ടീഷനെ സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സൂചകമാണ് GDP. അത് വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദി പബ്ലിക് സെക്ടർ ലിമിറ്റഡ് ഇൻ റെയിൽവേ, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻ, പോർട്സ് ആൻഡ് സം അതർ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്. അപ്പോൾ പബ്ലിക് സെക്ടറിന് കുറഞ്ഞ അളവിലുള്ള റോളേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിൽ, റെയിൽവേ, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻ, പോർട്സിൽ തുടങ്ങിയ കുറഞ്ഞ റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകളാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കൊളോണിയൽ റൂള് വന്നതിന് ശേഷം ഉണ്ടായത്. ഇതിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യയുടെ ഒരു ഫെയിലിയർ തന്നെയാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ളൊരു ഫെയിലിയർ തന്നെയാണ്. വളരെ ബേസ്ഡായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു തകർന്നടിഞ്ഞൊരു അൺഎംപ്ലോയ്മെൻറ്റിലേക്കാണ് ഇന്ത്യയെ കൊണ്ട് നയിച്ചിരുന്നത്. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകർന്നു. പിന്നെ അതേപോലെ തന്നെ കുറേ മോഡേൺ ഇൻഡസ്ട്രീസ് വന്നെങ്കിലും അതൊരു പ്രോഗ്രസീവായിട്ടുള്ളൊരു സെക്ഷനിലേക്കൊന്നും കടന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊമോട്ട് ചെയ്യാനൊന്നും ബ്രിട്ടീഷുകാർ ഹെൽപ്പ് ചെയ്തില്ല. പിന്നെ അതേപോലെ GDP കുറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥ, സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിലും കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി നമുക്ക് കുറച്ച് സെക്ടറും കൂടി ഉണ്ട്. ഫോറിൻ ട്രേഡ് തുടങ്ങിയ ഡെമോഗ്രാഫിക് കണ്ടീഷൻ അങ്ങനെ തുടങ്ങിയ കുറച്ച് സെക്ടറും കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല, നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. കൂടുതൽ ലെങ്ത്ത് വേണ്ട വെച്ചിട്ടാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറുമാണ് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെക്ടറിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എസ്സേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. 5 മാർക്കും 2 മാർക്കും പിന്നെ ഇതിൽ തന്നെ സെമീന്ദാരി സിസ്റ്റം 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക, വായിച്ച് പഠിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വയ്ക്കുക. തുടർന്ന് നമ്മൾ ഈ ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ +1 അക്കൗണ്ടൻസിയുടെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാം, അക്കൗണ്ടൻസി പഠിക്കുക. അതേപോലെ ഈ എക്കണോമിക്സ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ചാനലിൽ. അപ്പോൾ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കണ്ട് പഠിക്കുക. ഇനി നമ്മൾ ബിസിനസ്സും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു.